ഹായ് മക്കളെ, ജെസി സാറാണ്. ക്ലാസ് 9 CBSEയിലേക്ക് ഈ വർഷം പോകാൻ പോകുന്ന കുട്ടികളോട് ചില കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ മക്കൾ കാണണം, നിർബന്ധമായി കാണണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ചാനലിൽ എന്താണ് അവൈലബിൾ ആണ്. മക്കളെ, നിങ്ങൾ നോക്ക്, ക്ലാസ് 9 CBSE ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ അത് ഇമ്പോർട്ടൻ്റ് ആണോ, അടുത്തത് 10th ഒക്കെ അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കും. മക്കളെ, അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9th ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഈ വർഷം ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പോകുന്ന, ഒരുപാട് ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാൻ പോകുന്നതാണ് ക്ലാസ് 9 CBSE എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അറിയാം, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഞാനൊന്ന് പറയാം. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ മതി, പല കുട്ടികളുടെയും ഈ ഒരു ക്ലാസ് 9 CBSE ഈ വർഷം ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം ഒന്ന് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻസ് ആണ്. അതായത് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വർഷം നിങ്ങൾക്ക് PYQ ഇല്ല. അതായത് ടെക്സ്റ്റ് ബുക്ക് മാറി, പുതിയ സിലബസ് ആണ്, ടെക്സ്റ്റ് ബുക്ക് മാറി, അത്യാവശ്യം നല്ല കണ്ടന്റ്, നിങ്ങൾ നോക്കിയത് നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ പഠിച്ച ആളുകൾ പോലൊന്നും അല്ല, നല്ല റിച്ച് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള കണ്ടന്റ് ആണ് ഓരോ സബ്ജക്റ്റിനും എന്ത് ചെയ്യുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതൊന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, നമുക്ക് പ്രീവിയസ് ഇയർ കിട്ടാനില്ല. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്ക്, പഠിക്കാതെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന 9th പഠിക്കാത്ത നമ്മൾ ഒരിക്കലും 10th നമ്മൾ പോയിട്ട് കാര്യമില്ല. കാരണം കുറേ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ 9th തന്നെയാണ് പഠിക്കുന്നത്. അതൊന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തത് സിലബസ് ആണ്, നല്ല കട്ടിയേറിയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാത്തിരിക്കുന്നത്. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും തോന്നും സാറേ ഒരു ഇയർ ഉണ്ടല്ലോ, ഒരു അക്കാഡമിക് ഇയർ ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും പിന്നെ കുറച്ച് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. മക്കളെ, അതും ശരിക്കും നമുക്കൊരു പ്രശ്നം തന്നെയാണ്. എന്താണെന്നറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്കവാറും ഈ ഒരു ഡിസംബർ ജാനുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും 9th ക്ലാസ്സുകൾ ഒട്ടുമിക്ക സ്കൂളുകൾക്ക് ചെയ്യും, അത് ഏകദേശം ഒരു ഫിനിഷ് ചെയ്യും. കാരണം അവർ വേഗം 10th ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, വേഗം തന്നെ 9th ക്ലാസ് എന്ത് ചെയ്യും, ഇതുപോലെ ഫിനിഷ് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, നമുക്ക് ക്ലാസ്സുകളുടെ എണ്ണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അക്കാഡമിക് ഇയറിൽ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പഠിച്ചു തുടങ്ങേണ്ടത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങുക. അതായത് ഒരു ജൂൺ മാസം ആണെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആ സമയം മുതലാണെങ്കിൽ, നിങ്ങൾ ആ സമയം മുതൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും ഇപ്പം നിങ്ങളൊക്കെ അത് അഡ്വാൻസ്ഡ് പേപ്പർ അല്ലേ, അഡ്വാൻസ്ഡ് ഓപ്ഷൻ പേപ്പറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കുണ്ട്. പല കുട്ടികളും അഡ്വാൻസ്ഡ് ഓപ്ഷൻ പേപ്പറുകൾ എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും സയൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻ പേപ്പറുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോക്കി, വെറും ഒരു 9th ഇതുപോലെ തന്നെ പാസ്സാവുക അല്ലെങ്കിൽ 10th പാസ്സാവുക എന്നുള്ള അല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ലൈഫിനകത്ത് നല്ല ഒരു ജോബിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്തിപ്പെടണം. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം, ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെയല്ലേ നമ്മുടെ ആഗ്രഹം. മക്കളെ, അങ്ങനെ വലിയ വലിയ ജോബിലേക്കൊക്കെ നിങ്ങൾ എത്തണമെങ്കിൽ, നിങ്ങൾ നോക്കി, ഇത്തരത്തിലേക്കുള്ള മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഇത്തരത്തിലേക്കുള്ള സബ്ജക്റ്റുകൾക്കകത്ത് നല്ല തരത്തിലേക്കുള്ള നോളജ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻ പേപ്പറുകൾ നിർബന്ധമായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചൂസ് ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞത് സയൻസ്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ പേപ്പറുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കുറേ കുട്ടികൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മെത്തേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ചില ഓഫ്ലൈൻ ക്ലാസ്സുകൾ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ചില കുട്ടികളൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള പുതിയ തരത്തിലേക്കുള്ള ക്ലാസ്സുകളോ സാധനങ്ങളോ ഒന്നും തന്നെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ കുട്ടികൾ പഴയ രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, അതൊന്നുമല്ല. നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, 9th കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഈ മാസമാണ്. അതായത് ഈ ജൂൺ മാസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ മാസത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ തന്നെ തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിലേക്ക് പഠിച്ച് മുന്നേറിയാൽ മാത്രമാണ് നമുക്കിനി ഭാവി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സേഫ് ആക്കാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, സൈലത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരികയാണ്. അത് മറ്റൊന്നല്ല, ക്ലാസ് 9 CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നിഞ്ച ബാച്ച് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ മതി, ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ നിഞ്ച ബാച്ചിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ മുൻപ് നമ്മുടെ 8th യോധ ബാച്ചിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നു, ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കുക, എങ്ങനെയാണ് ക്ലാസ്സുകളൊക്കെ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് ചോദിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ താഴെ കാണുന്ന 9995400800 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, 9th ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന ഒരു ഇയർ ആണ് ഈ 9th എന്ന് പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് ചാലഞ്ചസുകളാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം, അടിപൊളിയാക്കണം, ഉഷാറാക്കണം. സോ എല്ലാ ആൾക്കാരും അടിപൊളിയാക്കണം, ഉഷാറാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഓരോ സെഷൻസിൽ മക്കളെ എന്ത് ചെയ്യാം, കാണാം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ബൈ.